സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് സ്കാർലെറ്റ് ഫ്ലെയിം അല്ലെങ്കിൽ ഫയർ സ്പൈക്ക് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഈ ചെടിയെ ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ്. ഇത് പൂക്കൾ വിടർന്ന് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കത്തിച്ച് വെച്ച പൂത്തിരിയുടെ രൂപത്തിലാണ് നിൽക്കുന്നത്. നീണ്ട ഒരു തണ്ടിൽ ഇഷ്ടംപോലെ രണ്ട് വശത്തും ഇങ്ങനെ പൂത്തിരി കത്തി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അതുകൊണ്ടാണ് ഈ ചെടിക്ക് ഇങ്ങനെ പേര് വന്നത്. ഇതിഷ്ടംപോലെ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ്. ഇത് നിലത്ത് നടുകയാണെങ്കിൽ ഏകദേശം 6 അടി ഉയരമൊക്കെ വരും. നമുക്ക് ചട്ടിയിൽ ഒതുക്കി വളർത്തുകയാണെങ്കിൽ ഒരു 3 അടിയിലൊക്കെ വെച്ച് നമുക്ക് ഇഷ്ടംപോലെ നിറഞ്ഞ് പൂക്കളായിട്ട് നമുക്ക് കണ്ണിന് നല്ല വിരുന്നായിട്ട് നിൽക്കും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എളുപ്പമാണ്. ഇതിൻ്റെ തണ്ട് നട്ട് അത് ചെറിയ തണ്ടാണെങ്കിലും മൂത്ത തണ്ടാണെങ്കിലും നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പം നമുക്ക് വേര് പിടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ ചെടി ഏകദേശം 1.5 മാസത്തോളമൊക്കെ നിറച്ച് പൂവായിട്ട് നിൽക്കും. നമുക്ക് എപ്പോഴും അധികം മണമൊന്നുമില്ല, പക്ഷേ ഇഷ്ടംപോലെ തേനുള്ളതുകൊണ്ട് തേനീച്ചകളും എല്ലാം ഇഷ്ടംപോലെ വരും. അങ്ങനെ എപ്പോഴും നമുക്ക് ഒരു പൂ തരുന്ന അധികം ഈസി മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ചെടിയാണ്. അധികം പൂന്തോട്ടത്തിൽ അധികം കഷ്ടപ്പെടാൻ വയ്യാത്തവർക്ക് എളുപ്പം പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണിത്. പിന്നെ അതുപോലെ തന്നെ ഈ നല്ല തിളക്കമുള്ള ഒരു പിന്നെ ഇലകളും പച്ച ഇലകളും അതുപോലെ തിളക്കമുള്ള നല്ല റെഡ് പൂവും കൂടെ വരുമ്പോഴത്തേക്കും ചെടിക്ക് പ്രത്യേക ഒരു ഭംഗിയാണ്. പൂവെല്ലാം പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, അറ്റത്ത് ഏകദേശം നമ്മുടെ കോഴിപ്പാലം പോലെ അറ്റം ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. അതും ഒരു ഭംഗിയാണ് കാണാനായിട്ട്. എപ്പോഴും നമുക്ക് പൂ തരുന്ന നല്ലൊരു ചെടിയാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, പ്രൊപ്പഗേഷനൊക്കെ എളുപ്പമാണ്. അധികം പരിചരണം വേണ്ട. നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ ഇഷ്ടംപോലെ പൂക്കൾ തരും. സെമി ഷെയ്ഡാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അധികം പരിചരണമൊന്നും കൂടാതെ നല്ലൊരു എപ്പോഴും ഫ്ലവർ തരുന്ന നല്ലൊരു ചെടിയാണിത്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.